بسم الله الرحمن الرحيم. سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. വൻപാപങ്ങളുടെയും ചെറുപാപങ്ങളുടെയും നിർണിത രൂപം സാധ്യമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പല ഹദീസുകളിലൂടെയും എണ്ണങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻപാപങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായൊരെണ്ണം കണക്കാക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നീട് അദ്ദേഹം തുടർന്ന് പറയുന്നു, റുബ്ബമ ഖസദ ശർഉ, ചിലപ്പോൾ ശരീഅത്ത് ഉദ്ദേശിച്ചതാകാം ഇബ്ഹാമഹു, ഇതിനെ അവ്യക്തമായി വെക്കലിനെ. എന്തിന്? ലിയകൂനൽ ഇബാദു മിൻഹു അലാ വജിലിൻ, അടിമകൾ ആ പാപത്തിനെ കുറിച്ച് ഭയത്തിൽ കഴിഞ്ഞുകൂടാൻ. ഇത്ര എണ്ണം എന്ന് പറഞ്ഞാൽ അതല്ലാത്തത് പാപം അല്ല എന്ന് തോന്നും. അപ്പോൾ എണ്ണം പറയാതെ അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ഭയമുണ്ടാകാൻ വേണ്ടി ആ പാപം ഇത്രയാണെന്ന് കൃത്യമാക്കാതിരുന്നതാകാം. ഏതെങ്കിലും ഒന്നിനെ കണ്ടിട്ട് പഠിച്ചവനെ ഇത് വൻപാപമാണോ എന്നൊരു സംശയം, ആ സംശയത്തിൽ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അങ്ങനെയുമാകാം. ഏതുപോലെ കമാ അബ്ഹമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നുള്ളതിനെ അവ്യക്തമാക്കിയതുപോലെ. എന്തിനാ അവ്യക്തമാക്കിയത്? അതിൽ യഅ്ളുമ ജദ്ദുന്നാസി ഫീ തലബിഹ, ലൈലത്തുൽ ഖദ്റിനെ തേടുന്നതിൽ, അന്വേഷിക്കുന്നതിൽ ജനങ്ങളുടെ പരിശ്രമം മഹത്തരമാകാൻ വേണ്ടി, കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടി ഇന്ന ദിവസം എന്നുള്ളത് വ്യക്തമാക്കിയില്ല. എന്നതുപോലെ ഇത്ര പാപങ്ങളാണ് വൻപാപങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കിയില്ല. അപ്പൊ കൗമിന്റെ ഉള്ളിൽ അത് വൻപാപമാണ്, ഇത് പാപമാണ്, അങ്ങനെ ഒരു ഭയമുണ്ടാകും. അതിനുവേണ്ടി ആയിരിക്കാം അത് വെളിയിൽ പറയാണ്ടിരുന്നത്, വ്യക്തമാക്കാതിരുന്നത്. നാം, അതെ, ലന നമുക്കുണ്ട്, സബീലുൻ കുല്ലിയിൻ, പൊതുവായ ഒരു വഴിയുണ്ട്, യുങ്കിനുന നമുക്ക് സാധ്യമാകും, അന്നാരിഫ ബിഹി, ആ വഴി കൊണ്ട് നമ്മൾ അറിയല്, അജ്നാസൽ കബായിരി, വൻപാപങ്ങളുടെ വർഗങ്ങളെ. വൻപാപങ്ങളുടെ വർഗങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ജിൻസുകളെയും അതിന്റെ നൗകളെല്ലാം തഹ്ഖീഖി ഉറപ്പിച്ച് തന്നെ അറിയാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഹദീസുകളിലൂടെ, മഹാന്മാർ പറഞ്ഞ വാക്കുകളിലൂടെ ശിക്ഷ വ്യക്തമായി പറയപ്പെട്ടത് വൻപാപമാണ്, ആഖിറത്തിൽ ശിക്ഷ കിട്ടും എന്ന് പറയപ്പെട്ട വൻപാപമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഹദീസുകളും അതുപോലുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ വൻപാപങ്ങളുടെ ജിൻസുകളെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ജിൻസിൽ തന്നെ പലതും ഉണ്ടാവും. അങ്ങനെ വ്യക്തമായി പറയുന്നതിനെ ശരീഅത്ത് ഒഴിവാക്കി. അമ്മ അഹ്യാനുഹ, അതിനെ നിർണയിച്ചറിയൽ, അവകളെ നിർണയിച്ചറിയൽ, അത് ഫനഅരിഫുഹ, നാം അവളെ അറിയും ബിൽ ലന്നി വ തഖരീബി, ലന്നു കൊണ്ടും തഖരീബ് കൊണ്ടും. ലന്ന് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണെന്നൊരു ലന്ന് യഖീനിലേക്ക് എത്തിയിട്ടില്ല. മനുഷ്യന്റെ വിചാരം ഒരു 100% എത്താതെ ഒരു 70% എത്തുന്നതിനാണ് ലന്നെന്ന് പറയുന്നത്. 100% യഖീനില്ല, ലന്നിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയും. തഖരീബ് ഏകദേശം ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫനഅരിഫു ആയിലൻ, വീണ്ടും നമ്മൾ അറിയും, നേരത്തെ പറഞ്ഞ തെളിവുകളിലൂടെയും പിന്നെ നേരത്തെ പറഞ്ഞ കുല്ലിയായ കാര്യങ്ങളിലൂടെയെല്ലാം അക്ബറുൽ കബായിർ, അക്ബറുൽ കബായിറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മ അസ്ഗറു സഗായിരി, ഏറ്റവും ചെറിയ പാപം, ഫലാ സബീല ഇലാ മഅരിഫത്ത്, അതിനറിയാനുള്ള വഴിയില്ല. ചുരുക്കത്തിൽ പാപങ്ങളെ വേർതിരിച്ച് ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് മൊത്തമായി അറിയുക എന്നുള്ളത് സാധ്യമല്ല. ബയാനു, ഈ പറഞ്ഞതിന്റെ വിശദീകരണം ഈ പുറകെ പറയുന്നതാണ്. എന്താണ്? അന്നാൻ ആലം, നാം അറിയുന്നു, ബിശവാഹിദി ശറഅ, ശരീഅത്തിന്റെ സാക്ഷ്യങ്ങളിലൂടെ, വൻവാരിൽ ബസാരി, ഉൾക്കാഴ്ചകളുടെ പ്രകാശങ്ങളിലൂടെ നാം അറിയുന്നു, ജമീഅൻ, മുഴുവൻ, ശരീഅത്തിന്റെ സാക്ഷികളിലൂടെയും ഉൾക്കാഴ്ചയുടെ പ്രകാശങ്ങളിലൂടെയും നാം അറിയുന്നു. എന്തറിയുന്നു? അന്ന മഖ്സൂദ ശറാഇ, ശരീഅത്തിന്റെ ലക്ഷ്യം, കുല്ലിഹ, മുഴുവൻ ശരീഅത്ത്, കുല്ലഹ, ശരീഅത്തിന്റെ മുഴുവൻ ലക്ഷ്യവും, സിയാഖുൽ ഖൽഖി, സൃഷ്ടികളെ തെളിക്കലാണ്, കൊണ്ടുപോകലാണ്, ഇലാ ജിവാരില്ലാഹി തആല, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക്. ഇതൊരു മുഖദ്ദിമ പറഞ്ഞ് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഹഖീഖത്തിലേക്ക് എത്തും.
അപ്പൊ സഹാദത്ത് ലിഖാ, അള്ളാന്റെ ലിഖാഇന്റെ വിജയം, ആ ലിഖാ ആകുന്ന വിജയം, അതിലേക്ക് എത്തലുമാണ്, അതിലേക്ക് തെളിച്ചു കൊണ്ടുപോകലുമാണ് ശരീഅത്തിന്റെ മഖ്സദ്. വന്നഹു ലാ വുസൂലലഹും, സൃഷ്ടികൾക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല ഇലാദാലിക, അതിലേക്ക്, ഇല്ലാ ബി മാരിഫത്തില്ലാഹി തആല, അള്ളാഹുവിനെ അറിയൽ കൊണ്ടല്ലാതെ, മാരിഫത്തി സിഫാത്തിഹി, അവന്റെ സിഫത്തുകളെ അറിയൽ കൊണ്ടല്ലാതെ, കുതുബിഹി വറുസുലിഹി, അവന്റെ കിതാബുകളെയും അവന്റെ റസൂലുകളെയും അറിയൽ കൊണ്ടല്ലാതെ. വലിയ അതിലേക്കാണ് അൽ ഇശാറത്തു ബി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ ഖൗല് കൊണ്ടുള്ള ഇശാറ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അവരെന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ. അതായത് യകൂനു അബീദല്ലി, അവരെന്റെ അടിമകളാകാൻ വേണ്ടിയാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. അടിമയാകണമെങ്കിൽ എന്ത് ചെയ്യണം? വലായക്കൂനുൽ അബ്ദു അബ്ദൻ, ഒരടിമ യഥാർത്ഥ അടിമയാകത്തില്ല മാലം യഅരിഫ് റബ്ബ, അവന്റെ രക്ഷിതാവിനെ അവൻ അറിയാത്തിടത്തോളം കാലം. റുബൂബിയത്ത് കൊണ്ട് അറിയണം. എന്റെ റബ്ബ്, അവന്റെ റുബൂബിയത്ത്, അത് എന്റെ റബ്ബാണ്, അവൻ റുബൂബിയത്ത്, അവന്റെ റുബൂബിയത്ത് അവനിൽ സ്ഥാപിത്താണ്, ഇത് അറിയണം. അതുപോലെ തന്നെ നെഫ്സ്, അവന്റെ നെഫ്സിനെ അവൻ അറിഞ്ഞിട്ടല്ലാതെ, ബിൽ ഉബൂദിയത്ത് കൊണ്ട് എന്റെ നെഫ്സ് അത് എന്റെ റബ്ബിന്റെ അടിമയാണ്, അടിമത്വം ഞാൻ സ്വീകരിക്കണം, അങ്ങനെ അറിയണം. വലാബുദ്ദ അൻ യഅരിഫ നഫ്സഹു വ റബ്ബഹു, അപ്പോ അവന്റെ നെഫ്സിനെ അവൻ അറിയണം, അവന്റെ റബ്ബിനെയും അറിയൽ അത്യാവശ്യമാണ്. വാദാ ഹുവൽ മഖ്സൂദുൽ അഖ്സ ബി ബിഅസത്തിൽ അംബിയായി, നബിമാരെ അയക്കലുകൊണ്ടുള്ള അങ്ങേ അറ്റത്തെ ലക്ഷ്യം ഇതാണ്. മനുഷ്യനെ അറിയുക, അവന്റെ രക്ഷിതാവിനെ അറിയുക എന്നുള്ളതാണ്. വലാകിൻ ലാ യതിമ്മു ഹാദാ, ഇത് സമ്പൂർണമായി പൂർത്തിയാവുകയില്ല ഇല്ലാ ഫിൽ ഹയാത്തി ദുന്യ, ദുന്യവിയായ ജീവിതത്തിലല്ലാതെ. ദുന്യവിയായ ജീവിതത്തിൽ ഇതിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവൻ ഇതിനെ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ദുന്യാവിലാണ് വേണ്ടത്. വഹുവൽ, ഇതാണ് വഹുവൽ മഅനിയ്യു ബി ഖൗലിഹി അലൈഹിസ്സലാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിന്റെ കൃഷിയിടമാണെന്ന് പറഞ്ഞാൽ അവൻ ഈ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയണം, അവന്റെ നെഫ്സിനെ അറിയണം, അള്ളാഹുവിനോടുള്ള ഹക്കുകളെ പാലിക്കണം, പടച്ചതമ്പുരാൻ നെഫ്സിനോട് പറഞ്ഞ ഹക്കുകളെയും പാലിക്കണം. അതിനെതിര് ചെയ്യുന്നതെല്ലാം വൻപാപമായിരിക്കും. അപ്പൊ ഫസാറ ഹൈഫുദ് ദുന്യ ഐലൻ, അപ്പോ ദുന്യാവിനെ സൂക്ഷിക്കുക എന്നുള്ളതും എന്തായി? മഖ്സൂദൻ, അത് ലക്ഷ്യമായി. താബിഅൻ ലിദ്ദീൻ, ദീനിനോട് താബിആയ ലക്ഷ്യമായി കാരണം ദുന്യാവിലാണ് ഇതെല്ലാം അറിയേണ്ടത്. അപ്പൊ ദുന്യാവിനെ കേടുവരാതെ സൂക്ഷിക്കണം, ദുന്യാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. കാരണം അന്നഹു, ഈ ദുന്യാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വസീലത്തിന് ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. വൽ മുതഅല്ലിഖു മിനദ് ദുന്യ, ദുന്യാവിൽ നിന്നും ബിൽ ആഖിറത്തി, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യം ഷൈആൻ, രണ്ട് കാര്യങ്ങളാണ്. ദുന്യാവിന്റെ വസ്തുക്കളിൽ നിന്നും ആഖിറവുമായി ബന്ധപ്പെടുന്ന രണ്ട് വസ്തുക്കളാണ്. അന്നുഫൂസു വൽ അംബാൽ, ഒന്ന് നെഫ്സുകളും അതുപോലെ സ്വത്തുക്കളും, മനുഷ്യരും മനുഷ്യന്റെ സ്വത്തുക്കളും. നെഫ്സിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെതിരെ ചെയ്യൽ വൻപാപമാണ്. അപ്പൊ കുല്ലുമാപ, എല്ലാ ഓരോ കാര്യവും യസുദ്ദു, അത് അടച്ചു കളയും. ബാബ മാരിഫത്തില്ലായി, അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ വാതിലിനെ അടച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളും ഓ അക്ബറുൽ കബായിർ, അത് ഏറ്റവും വലിയ വൻപാപങ്ങളാണ്. അള്ളാഹുവിന്റെ മാരിഫത്തിനെ എത്തിക്കാതെ അതിനെ അടച്ചു കളയുന്ന എല്ലാ ബാബും വൻപാപമാണ്. അതിനോട് തൊട്ട് ചേർന്ന് നിൽക്കും ഒന്ന് യസുദ്ദു, അത് അടച്ചു കളയും. ബാബൽ ഹയാത്തിൻ നുഫൂസി, നെഫ്സുകളുടെ ഹയാത്തിന്റെ ബാബിനെ അടച്ചു കളയുന്ന ഒന്ന്. നെഫ്സുകളുടെ ഹയാത്ത്, നെഫ്സുകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ബാബിനെ അടച്ചു കളയുന്നതാണ് അക്ബറുൽ കബായിറായ ശിർക്കിനോട് അടുത്ത് നിൽക്കുന്നത്. ശിർക്കാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ ബാബിനെ അടച്ചു കളയലാണ് ശിർക്ക് എന്ന് പറയുന്നത്, കുഫർ എന്ന് പറയുന്നത്. അതിനോട് അടുത്തതാണ് നെഫ്സിന്റെ ഹയാത്തിന്റെ ബാബിനെ അടച്ചു കളയുക. നെഫ്സിന്റെ ഹയാത്ത് എങ്ങനെയാകണം, ആ ബാബിനെ അടച്ചു കളയുക, അതാണ് അടുത്ത പാപം. അതിനോട് അടുത്ത് നിൽക്കും ബാബുമാ യസുദ്ദുൽ മആയിഷ, ജീവിത സന്ധാര വസ്തുക്കളെ അടച്ചു കളയുന്ന ബാബ്, ജീവിത സന്ധാരണ വസ്തുക്കൾ. അല്ലത്തി ഈ ഹയാത്തുൻ നഫ്സി നാസി, ജനങ്ങളുടെ ഹയാത്താണ്, അതായത് സ്വത്തുക്കളെ അടച്ചു കളയുക. ഒരു മനുഷ്യന്റെ സ്വത്ത്, ജീവിത സന്ധാരണം, അതിനെ വഴിമുട്ടിക്കുന്ന കാര്യങ്ങൾ, അതിനെ അടച്ചു കളയുക എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് സമ്പാദിക്കാനുള്ള വഴികളെ മനുഷ്യരിൽ നിന്നും അടച്ചു കളയുന്ന പരിപാടി. കൊള്ളയടിക്കുക, കട്ടെടുക്കുക, ഇതെല്ലാം അതിൽ പെടും. ഫാദി, ഇത് സലാസ് മറാത്തിബ, 3 മർത്തബകളാണ്, 3 പടവുകളാണ്.
ഒന്നാമത്തത് അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ ബാബിനെ അടച്ചു കളയുന്ന ഭാഗം. രണ്ടാമത്തത് നെഫ്സിന്റെ ഹയാത്ത്, അതിന്റെ ബാബിനെ അടച്ചു കളയുന്നത്. മൂന്നാമത്തത് മനുഷ്യന്റെ ജീവിത സന്ധാരണം അഥവാ സ്വത്തുക്കൾ, ആ സ്വത്ത് സമ്പാദിക്കാനുള്ള വഴികളെ മറ്റു മനുഷ്യർക്ക് ഇവൻ അടച്ചു കളയുന്നത്. ഇതെല്ലാം വൻപാപമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മാരിഫത്തിനെ അടയ്ക്കുക എന്നുള്ളത്, മാരിഫത്തിനെ, അള്ളാഹുവിന്റെ മാരിഫത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ ഖുലൂബി, ഖൽബുകളുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ മാരിഫ്, അള്ളാഹിനെ കുറിച്ചുള്ള മാരിഫത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഖൽബുകളുടെ മേൽ ബാധ്യതയാണ്. അൽ ഹയാത്തി, പിന്നെ നെഫ്സുകളുടെ ഹയാത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ അബ്ദാനി, ശരീരങ്ങളുടെ മേൽ ബാധ്യതയാണ്. ശരീരങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നെഫ്സിന്റെ ഹയാത്ത് നിലനിൽക്കുന്നത്. ചെയ്യാതിരിക്കുമ്പോൾ ആ ഹയാത്തിന് പ്രശ്നം ഉണ്ടാവും. വൽ അംബാരി, സ്വത്തുക്കളുടെ ഹയാത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ അഷ്ഖാസി, ഷഖ്സുകളുടെ മേൽ ബാധ്യതയാണ്. അതാണ് ഫഹിഫുൽ മാരിഫത്തി, മാരിഫത്തുകളെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ കൽബി, കൽബുകളുടെ മേൽ ബാധ്യതയായ നിലയിൽ. വൽ ഹയാത്തി, നെഫ്സിന്റെ ഹയാത്തിനെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ അബ്ദാനി, ബദനുകളുടെ മേൽ ബാധ്യതയായ നിലയിൽ. വൽ അംബാലി, സ്വത്തുക്കളെ സൂക്ഷിക്കുക എന്നുള്ളത് അലൽ അഷ്ഖാസി, വ്യക്തികളുടെ മേൽ ബാധ്യതയായ നിലയിൽ. ഈ ഹിഫ്ളെല്ലാം ലറൂരിയുൻ, നിർബന്ധമാണ്. ഫി മഖ്സൂദി ശറാഇ കുല്ലിഹ, ശരീഅത്തിന്റെ എല്ലാ മഖ്സദുകളിലും ഇത് ലറൂരിയാണ്, നിർബന്ധമാണ്. വഹാദിഹി, ഇത് സലാസത്തു ഉമൂരിൻ, 3 കാര്യങ്ങളാണ്. ലാ യുതസവ്വറു, സങ്കല്പിക്കപ്പെടുകയില്ല. അൻ തഖ്തലിഫ ഫീഹൽ മിലലു, ഇതിൽ മില്ലത്തുകൾക്ക് വ്യത്യാസമുണ്ടെന്ന്. അഥവാ എല്ലാ മില്ലത്തുകളും, മില്ലത്തായി അറിയപ്പെടുന്ന, ധർമ്മമായി അറിയപ്പെടുന്ന എല്ലാം തന്നെ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇതിൽ ഇഖ്തിലാഫ് ഉണ്ടാവുകയില്ല ഈ കാര്യങ്ങളിൽ. അള്ളാഹുവിനെ അറിയുന്നതിനെ എതിർക്കൽ, നെഫ്സിന്റെ ഹയാത്തിനെ അതിന് വിരുദ്ധമായത് ചെയ്യൽ, സ്വത്തിനെ സംരക്ഷിക്കുന്നതിന് തടസ്സമാവുന്ന കാര്യങ്ങൾ ചെയ്യൽ, ഇതെല്ലാം തന്നെ പാപകർമ്മങ്ങളാണെന്ന വിഷയത്തിൽ ഒരു മില്ലത്തിനും ഇഖ്തിലാഫില്ല എന്നർത്ഥം. ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ജായിസായ കാര്യമല്ല, ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ജായിസായ കാര്യമല്ല. അന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല യബഅസു നബിയ്യൻ, അവൻ ഒരു നബിയെ യാത്രയാക്കുന്നു. യുരീദു ബി ബഅസിഹി, ആ നബിയെ യാത്രയാക്കൽ കൊണ്ട്, അയക്കൽ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹൽ ഖൽഖി, സൃഷ്ടികളുടെ നന്മയാണ്. ഫീ ദീൻ, അവരുടെ ദീനിലും ദുന്യ, അവരുടെ ദുന്യാവിലും. സുമ്മ, പിന്നീട് യഅ്മുറും, അള്ളാഹ് അവരോട് കൽപ്പിക്കുന്നു. ബിമാ, ഒന്നിനെ, എങ്ങനത്തെ ഒന്ന്, യംനഉഹും, അവരെ അത് തടയും. അൻ മാരിഫത്ത്, അള്ളാഹിനെ അറിയുന്നതിനെ തൊട്ട്, മാരിഫത്ത് റുസുലിഹി, അവന്റെ റസൂലുകളെ അറിയുന്നതിനെ തൊട്ട് തടയുന്ന ഒരു കാര്യം കൽപ്പിക്കും. ഇത് ജായിസല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അള്ളാഹു തആല ഇസ്ലാഹുൽ ഖൽഖിന് വേണ്ടി നബിമാരെ അയക്കുകയും എന്നിട്ട് അള്ളാഹു തആല അവരോട് തന്നെ അവരെ അള്ളാഹിനെ അറിയുന്നതിനെ തൊട്ടും അള്ളാഹുവിന്റെ റസൂലുകളെ അറിയുന്നതിനെ തൊട്ടും തടയുന്ന കാര്യം കൽപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അല്ലെങ്കിൽ യഅ്മുറുഹും ബി ഇഹ്ലാക്കിൻ നുഫൂസി, നഫ്സുകളെ നശിപ്പിക്കൽ കൊണ്ട് അവരോട് കൽപ്പിക്കുക മനുഷ്യരോട്, അതുണ്ടാകത്തില്ല. ഇഹ്ലാക്കിൽ അംബാലി, സ്വത്തുക്കൾ നശിപ്പിക്കൽ കൊണ്ട് കൽപ്പിക്കുക, അതുണ്ടാകത്തില്ല. അപ്പോ ഫഹസല മിൻ ഹാദാ, ഇതിൽ നിന്നും മനസ്സിലായി, കരസ്ഥമായി, അന്നൽ കബായിറ, വൻപാപങ്ങൾ അലാ സലാസി മറാത്തിബ, 3 മർത്തബകളാണെന്ന് മനസ്സിലായി. അള്ളാഹുവിന്റെ മാരിഫത്തുമായി ബന്ധപ്പെടുന്നത്, നെഫ്സുമായി ബന്ധപ്പെടുന്നത്, അംബാലുമായി ബന്ധപ്പെടുന്നത്. അതാണ് 3 മർത്തബ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട്.